നമസ്കാരം. കരുവറ യൂട്യൂബ് ചാനലിലേക്ക് സാദരം സ്വാഗതം. കരുവറ യൂട്യൂബ് ചാനൽ കേരളീയ നാടോടി സംസ്കാരത്തെക്കുറിച്ച് അറിവുകൾ നൽകുന്നതും അറിവുകൾ ശേഖരിക്കുന്നതുമായ ഒരു ഇടം എന്ന നിലയിൽ അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിനിമയ സ്ഥലിയാണ്. കേരളത്തിൽ വിശിഷ്യ മലബാറിൽ ദേവതാരാധനയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അനുഷ്ഠാനങ്ങളിൽ ഒന്നാണ് തിറയാട്ടം. തറവാട്ടിടങ്ങളിലും കാവിടങ്ങളിലും മണ്ഡപങ്ങളിലും കുടിയിരുത്തപ്പെട്ട ദേവതകളെ പ്രത്യേക വേഷമണിഞ്ഞ് പാടിയും ആടിയും പ്രീതിപ്പെടുത്തുന്ന അനുഷ്ഠാന കലയാണ് തിറ. ദൈവചൈതന്യം കോമരത്തിലും തിറയിലും ഒരേപോലെ സന്നിവേശിച്ച് ദേശത്തെ അനുഗ്രഹിക്കുന്ന സവിശേഷമായ സന്ദർഭമാണ് തിറയാട്ടുത്സവങ്ങൾ. ഈ തിറസ്ഥലികളിൽ പ്രശസ്തവും അപ്രശസ്തവുമായ ഒട്ടേറെ ദൈവസങ്കല്പങ്ങളുണ്ട്. മലബാറിൽ വിശിഷ്യ കോഴിക്കോടൻ മേഖലകളിൽ ശക്തമായ ഒരു നാടോടി ദേവതാ സങ്കല്പമാണ് കുലവൻ. ഉത്തര കേരളത്തിൽ വയനാട്ടുകുലവൻ എന്ന പേരിൽ പ്രസിദ്ധമായ ഒരു തെയ്യമുണ്ട്. തിറയിലെ കുലവൻ സങ്കല്പവും തെയ്യത്തിലെ കുലവൻ സങ്കല്പവും പുരാവൃത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യാസമുണ്ട്. വയനാട്ടുകുലവൻ ശ്രീ പരമശിവൻ തൻ്റെ വലത്തു തുടയിൽ തല്ലിയുണ്ടാക്കിയ മകനാണ്. എന്നാൽ സാമൂതിരി നാട്ടിൽ കണ്ടുവരുന്ന കുലവൻ സങ്കല്പത്തിന് തെയ്യത്തിൻ്റെ പുരാവൃത്തത്തിൽ നിന്ന് വലിയ വ്യത്യാസമുണ്ട്. രണ്ടും ശൈവ സങ്കല്പങ്ങളാണ് എന്ന ഒരു സാമ്യതയുണ്ട് എന്ന് മറക്കുന്നില്ല. നമുക്ക് സാമൂതിരി നാട്ടിലെ കുലവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് മാത്രം സംസാരിക്കാം. ഈ പുരാവൃത്തം മഹാഭാരതത്തിലെ ഒരു സന്ദർഭവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. വനവാസകാലത്ത് പാണ്ഡവരിൽ മധ്യമനായ അർജുനൻ പാശുപതാസ്ത്രത്തിനു വേണ്ടി ശ്രീ പരമേശ്വരനെ തപസ് ചെയ്യുന്നു. തപസ്സിൽ ശ്രീ പരമേശ്വരൻ തൃപ്തിപ്പെടുന്നില്ല എന്ന് കണ്ട് അതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ അർജുനൻ തീരുമാനിച്ചു. അതിൻ്റെ ഫലമായി സൂചി മുനയിൽ നിന്നുകൊണ്ട് തപസ് തുടർന്നു. അർജുനൻ്റെ തപസ്സിൽ സംതൃപ്തരായ പാർവതി പരമശിവന്മാർ അർജുനനിലെ അവശേഷിക്കുന്ന അഹങ്കാരത്തെ കൂടി കളഞ്ഞ ശേഷം വരം നൽകാം എന്ന് നിശ്ചയിച്ച് കിരാതവേഷത്തിൽ പുറപ്പെട്ടു. കിരാതരൂപികളായ പാർവതി പരമശിവന്മാർ അർജുനൻ്റെ സമീപത്തേക്ക് പുറപ്പെടുന്ന അതേ സമയത്ത് പാണ്ഡവരുടെ ശത്രുവായ ദുര്യോധനൻ, കൗരവ ജ്യേഷ്ഠൻ ദുര്യോധനൻ, അർജുനൻ്റെ തപസ്സു മുടക്കാൻ മൂകാസുരൻ്റെ സഹായം തേടുന്നു. മൂകാസുരൻ ഒരു കൂറ്റൻ പന്നിയുടെ വേഷത്തിൽ അർജുനൻ തപസ്സു ചെയ്യുന്ന സൂചിയെ ലക്ഷ്യമാക്കി കുതിച്ചു പാഞ്ഞു. ഇതേ സമയത്ത് കിരാതരൂപികളായ പാർവതി പരമശിവന്മാർ അവിടെ എത്തി. ഭഗവാന്റെ സാന്നിധ്യമറിഞ്ഞ് കണ്ണു തുറന്ന അർജുനൻ കാണുന്നത് തനിക്കെതിരെ പാഞ്ഞു വരുന്ന കൂറ്റൻ പന്നിയെയാണ്. പരമശിവൻ ആ പന്നിയിലെ അസുരനെ നിഗ്രഹിക്കാനായി വില്ലെടുത്ത് ശരം തൊടുത്തു. അങ്ങനെ തൻ്റെ ഭക്തനെ സംഹരിക്കാൻ പുറപ്പെട്ട അസുരന് നേരെ വില്ല് കുലച്ചവൻ എന്ന കിരാത ശൈവ രൂപമാണ് കുലവൻ. മൂകാസുരന് നേരെ അർജുനനും അമ്പെയ്തിരുന്നു, പരമശിവനും അമ്പെയ്തിരുന്നു. ആരുടെ അമ്പ് കൊണ്ടാണ് പന്നി ചത്തതെന്ന കാര്യത്തെ ചൊല്ലിയുള്ള തർക്കം അവർ തമ്മിലുള്ള യുദ്ധത്തിലേക്ക് നയിക്കുകയും ഒടുവിൽ പരമശിവനെ തിരിച്ചറിഞ്ഞ അർജുനൻ പശ്ചാത്തപിക്കുകയും ചെയ്തു എന്നാണ് മഹാഭാരതത്തിലെ കഥ. കാവിടങ്ങളിലെ കുലവൻ തൻ്റെ ഭക്തനെ സംരക്ഷിക്കുകയും അവന് നേരെയുണ്ടാകുന്ന ഏതൊരു ആക്രമണത്തെയും തകർക്കുകയും ചെയ്യുന്ന ദൈവസങ്കല്പമാണ്. കുലവന് കുളവൻ എന്നും ഒരു സങ്കല്പമുണ്ട്, ഒരർത്ഥമുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രാചീനവും ശക്തവുമായ ഗുപ്ത ആരാധനകളിൽ പ്രധാനമാണ് ശാക്തേയ സമ്പ്രദായം. വളരെ ഗോപ്യമാണത്. തന്നിലുള്ള കുണ്ടലിനി ശക്തിയെ ഉത്ഥാപനം ചെയ്ത് 6 ആധാരങ്ങളും കടന്ന് സഹസ്രാരത്തിലേക്ക് സന്നിവേശിപ്പിച്ചാൽ സദാശിവനാവും എന്ന സങ്കല്പമാണ് ശാക്തേയ മതം. ഈ അമൃതവർഷാവസ്ഥയെ കൗളം എന്ന് പറയുന്നു. കൗളത്തിൻ്റെ നാഥൻ എന്ന അർത്ഥത്തിൽ കുളവൻ എന്ന് വിളിക്കാറുണ്ട്. അത് പിന്നീട് കുലവനായി മാറി എന്നും പറയാറുണ്ട്. ഗുപ്തമായ കൗളമാർഗ സമ്പ്രദായത്തിൻ്റെ പ്രകടിത രൂപമാണ് തിറ എന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു.
കാരണവർ ദൈവസങ്കല്പം മലബാറിൽ പ്രസിദ്ധമാണ്. കുലഗുരു ദേവതാ സങ്കല്പങ്ങളെ തപസ് ചെയ്ത്, കുലഗുരു എന്ന സങ്കല്പം ദേവതാ സങ്കല്പങ്ങളെ തപസ് ചെയ്ത് സിദ്ധി വരുത്തി കുടുംബത്തിന് ഐശ്വര്യം നൽകിയ കുടുംബനാഥൻ എന്ന അർത്ഥത്തിലും കുലവൻ എന്ന വാക്ക് വരുന്നുണ്ട്. കുലത്തിൻ്റെ കാരണവരെ ജലഗന്ധ ധൂപദീപങ്ങളാലും വെള്ളരി ചൊരിഞ്ഞും കാരണവർ അവശേഷിപ്പിച്ചു പോയ ആത്മീയ ശക്തിയെ തന്നിലേക്ക് ആവാഹിച്ച് കോമരമായി ഉറഞ്ഞുതുള്ളി കുലത്തെയും ദേശത്തെയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന സവിശേഷമായ ആരാധനാ മുഹൂർത്തമാണ് കുലവൻ വെള്ളാട്ടും തിറയും. നമസ്കാരം.